ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ദൈവം എന്നെയും സഹായിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം വലിയ ഡീപ്പായിട്ടുള്ള വലിയ കമൻട്രികളൊക്കെ വായിച്ച് അതിൽ നിന്ന് വലിയ ആഴത്തിൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് പിടികിട്ടാത്ത വലിയ കാര്യങ്ങളൊന്നും ഞാൻ സാധാരണ ഇതിൻ്റെ മെസ്സേജിൽ പറയാറില്ല. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഒരു വാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാക്ക് വീണ്ടും ജനനം, വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ മധ്യാവസ്ഥ വരവ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ നാം ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞങ്ങ് പോവാണ്. അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ വിവിധ നിലകളിൽ നാം അതിനെ ചിന്തിക്കുമ്പോൾ, നാം അത് പറയുമ്പോൾ എന്തൊക്കെ അർത്ഥങ്ങളാണ് അതിനുള്ളത് എന്ന് ഉള്ള അത്യാവശ്യം അതിനെപ്പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് നമുക്ക് വേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വീണ്ടെടുപ്പ് എന്നുള്ളതാണ്. വീണ്ടെടുപ്പ് എപ്പോഴും നാം പറയുന്നൊരു വാക്കാണ് വീണ്ടെടുപ്പ്. കർത്താവിനെ വീണ്ടെടുത്തു നമ്മളിങ്ങനെ പറഞ്ഞു പോകും. എന്നാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്, അതിനെന്തൊക്കെ അർത്ഥ തലങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ ആ വീണ്ടെടുപ്പിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഈ വീണ്ടെടുപ്പ് എന്ന വാക്ക് റിഡംഷൻ എന്ന ഇംഗ്ലീഷിൽ ആണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അനേക അർത്ഥങ്ങളുണ്ട് അതിന്. ഒന്ന്, തിരിച്ചു കൊണ്ടുവരിക, തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരർത്ഥം. പിന്നെ ബന്ധനം അഴിക്കുക എന്നൊരർത്ഥമുണ്ട്. അതുപോലെ കടം വീട്ടുക എന്നും മറ്റൊരർത്ഥമുണ്ട്. അങ്ങനെ ആ വാക്കിന് ഇതിനെ വിവിധ തലത്തിൽ വിവിധ അർത്ഥങ്ങളിൽ നാം അതിനെ വിവക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഒരു ഷിപ്പ്, ഒരു കുട്ടി ഒരു കപ്പൽ വളരെ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വളരെ കഷ്ടപ്പെട്ട് അനേക ദിവസങ്ങളും ആഴ്ചകളും എടുത്ത് മനോഹരമായ ഒരു ഷിപ്പ് ഉണ്ടാക്കി, ഒരു കപ്പലിൻ്റെ മാതൃക ഉണ്ടാക്കി. അപ്പോൾ അതിന് വേണ്ട അനേക മെനക്കെട്ട അതിൻ്റെ വേണ്ട സാധനങ്ങളെല്ലാം സംഘടിപ്പിച്ച് അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം വാങ്ങിച്ച് അത് പശ തേച്ച് ഒട്ടിച്ച് അത് കട്ട് ചെയ്ത് വളരെ മനോഹരമായ ഒരു കപ്പലിൻ്റെ മാതൃക ഇങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി അതിനാണ് വളരെ മനോഹരമായിരുന്നു. അതൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി സൂക്ഷിച്ചു. അനേകം മണിക്കൂറുകളുടെ അധ്വാന ഫലമായിട്ടാണ് അത് അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കിയെടുത്തത്. പക്ഷെങ്കിൽ ഒരു സംഭവം പറ്റി. വലിയ കാറ്റും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ വന്നപ്പോൾ ഇത് നഷ്ടപ്പെട്ടു. ഈ പയ്യൻ്റെ കയ്യിൽ ഇത് നഷ്ടപ്പെട്ടു. വളരെ വിഷമമായി. എന്ത് ചെയ്യണം, ഇത് എവിടെ നോക്കിയിട്ട് അവിടെ എല്ലാം നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ചില ഒരു 1-2 വർഷത്തിന് ശേഷം ഇദ്ദേഹം ഒരു കടയിൽ ചെന്നപ്പോൾ ഈ സാധനം അവിടെ ഇരിക്കുന്നു. നോക്കിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയ അവനും കണ്ടപ്പോഴേ മനസ്സിലായി, ഇത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ഉണ്ടാക്കിയ ഈ ഒരു കപ്പലിൻ്റെ മോഡലാണ് ഇതിവിടെ ഇരിക്കുന്നത്. അപ്പൊ കടക്കാരനോട് പറഞ്ഞു, ഇതെൻ്റെയാണ്, ഇതെൻ്റെ സാധനമാണ്, ഇത് എനിക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പൊ കടക്കാരൻ പറഞ്ഞു, അതിപ്പോ നീ ഇപ്പം നിന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങ് തരാൻ പറ്റുമോ? ഞാനത് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഇങ്ങനെ എൻ്റെ ഒരാൾ കൊണ്ടു തന്നു, ഞാനത് വാങ്ങിച്ചു, ഇത്ര രൂപ കൊടുത്ത് ഞാനത് വാങ്ങിച്ച് ഇവിടെ വെച്ചിരിക്കുകയാണ് വിൽക്കാൻ വേണ്ടി ആ കടയിൽ. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് എന്തായാലും ഇത് കിട്ടിയേ പറ്റത്തുള്ളൂ. അവസാന എഗ്രിമെന്റ് എത്തിയതിന് ഇന്ന വില, ഞാൻ ഇത്ര രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ 1000 രൂപയ്ക്ക് വാങ്ങിച്ചു, അത് ഞാൻ 2000 രൂപയ്ക്ക് വിൽക്കാനാണ് ഇത് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ആ 2000 രൂപ തരുവാണെങ്കിൽ ഞാൻ നിനക്ക് തരാം. അവന് 2000 അല്ല എത്ര പറഞ്ഞാലും അവൻ കൊടുക്കും. കാരണം അത്രയ്ക്ക് അവന് വളരെ ആഗ്രഹിച്ച് ഉണ്ടാക്കിയെടുത്ത ആഗ്രഹത്തോടെ ഉണ്ടാക്കിയ ഒരു കാര്യമാണത്. അപ്പോൾ അങ്ങനെ അവൻ വീണ്ടും അവൻ്റെ പിതാവിനോടും ഒക്കെ പറഞ്ഞിട്ട് ആ വില കൊടുത്ത് ആ ഷിപ്പിന്റെ മോഡൽ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ ഇതാണ് ശരിക്കും വീണ്ടെടുപ്പെന്ന് പറയുന്നത്. ഒരിക്കൽ അവൻ്റേതായിരുന്നു, നഷ്ടപ്പെട്ടു. അവൻ ഒരു വില കൊടുത്ത് അത് വാങ്ങി അവൻ സൂക്ഷിക്കുകയാണ്.
നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. കർത്താവ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. അവൻ ദൈവത്തിൻ്റെ തേജസ്സിലും സ്വരൂപത്തിലും ആ തേജസ്സിലും അവനെ പാപരഹിതനായിട്ട് സൃഷ്ടിച്ച് അവിടെ ആക്കി. പക്ഷെ പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ ദൈവവുമായിട്ട് അകലുന്ന വലിയൊരു വിടവ് വന്ന് അവൻ ദൈവവുമായിട്ട് എന്നേക്കുമായിട്ട് അകന്നു പോയ ആ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ വലിയ ഒരു വില കൊടുത്ത് കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങി. അതാണ് ആ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. കർത്താവ് അതിന് കൊടുത്ത വില എന്ന് പറയുന്നത് വളരെ വലിയൊരു വിലയാണ് കൊടുത്തത്. തൻ്റെ ജീവനാണ് കൊടുത്തത്. തൻ്റെ ആ അവസാനത്തെ തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി ഊറ്റിയാണ് അവന് നമ്മെ വീണ്ടെടുത്തത്. അപ്പോൾ വീണ്ടെടുപ്പിൻ്റെ ഒരു വില എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും നമ്മുടെ കാൽക്കുലേഷനും അപ്പുറത്താണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ 1-2 വാക്യങ്ങൾ വായിക്കട്ടെ, വായിച്ച് സഹായിച്ചാൽ നല്ലതായിരുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 13-ാം വാക്യം. എക്സഡസ് ചാപ്റ്റർ 15 വേഴ്സ് 13. മതി, അത്രയും മതി. കാരണം ആ മെയിൻ പോയിന്റ്സ് മാത്രം മതി, വിശദമായിട്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. നീ വീണ്ടെടുത്ത ജനം ആരാ? ഇവിടെ വീണ്ടെടുത്ത ജനം ഇസ്രായേൽ. ദൈവം വീണ്ടെടുത്ത ഒരു ജനമാണ് ഇസ്രായേൽ. നമുക്കറിയാം, ഇസ്രായേലിനെ പറ്റി നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. ദൈവം എവിടെ നിന്നാണ് വീണ്ടെടുത്തത്? ആക്ച്വലി ദൈവം ആദ്യം തെരഞ്ഞെടുത്തു, അവരെ സ്വന്തം ജനമാക്കി തീർത്തു. അതിനുശേഷം ഇവര് മിസ്രൈമിന്റെ അടിമത്തത്തിലായി. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ മിസ്രൈമിൽ നിന്ന് ദൈവം തൻ്റെ ദയയാൽ വീണ്ടെടുത്തു. ഈജിപ്തിൽ നിന്ന് ആ ഇസ്രായേൽ മക്കളെ വീണ്ടെടുത്ത കാര്യമാണ് അവിടെ പറയുന്നത്. അതിനുവേണ്ടി അതിനു നടന്ന ആ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാതെ അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. തീർച്ചയായും അപ്പൊ കർത്താവിൻ്റെ ദയയാൽ ഈ അവരുടെ മിസ്രൈമിൽ ആ അടിമത്വത്തിലായിരുന്ന ജനത്തെ തൻ്റെ സ്വന്തം ജനമാക്കി അവരെ അവിടുന്ന് പുറപ്പെടുവിച്ച് അവർക്കൊരു രാജ്യം കൊടുത്തു. അവർക്ക് കനാൻ ദേശം അവർക്ക് കൊടുത്തു. അവരെ ഒരു സ്വന്തം ജനമാക്കി വളരെ അതിശയകരമായിട്ട് അവരെ നടത്തിയ വിധങ്ങളൊക്കെ നമുക്കറിയാം. ആ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുപ്പിച്ച സമയത്തുണ്ടായ സംഭവങ്ങൾ നാം ഓർക്കുമ്പോൾ എത്രമാത്രം അതിശയകരമായിട്ടാണ് ദൈവം അവരെ അവിടുന്ന് വിടുവിച്ചത്. ആ ചെങ്കടലിന്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ യാതൊരു രക്ഷയുമില്ല. വലിയ കടൽ അവിടെ ഇങ്ങനെ മുമ്പിലുണ്ട്. പുറകെ ഫറവോന്റെ സൈന്യം വരുന്നുണ്ട്. സൈഡിലൊക്കെ മലനിരകളൊക്കെയാണ്. ഒരു രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ വന്നപ്പോൾ ആ ചെങ്കടലിനെ 2ആയിട്ട് വിഭാഗിച്ച് ദൈവം അവരെ നടത്തി. അങ്ങനെ അവരെ അക്കരെ എത്തിച്ചു. നമുക്കറിയാം, ആ ശത്രുക്കളെല്ലാം ആ വെള്ളത്തിൽ മുക്കി കൊന്നു. അവരുടെ പിന്നാലെ വന്ന ശത്രുക്കളെ, ഫറവോനെയും അവന്റെ സൈന്യത്തെയും കടലിൽ മുങ്ങി അവര് നശിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അതൊരു വലിയ വീണ്ടെടുപ്പായിരുന്നു. നമുക്കറിയാം എങ്ങനെയാണ് ആ 10ാമത്തെ അവസാനത്തെ ബാധ നമുക്കറിയാം, കടിഞ്ഞൂൽ സംഹാരമാണ്. മിസ്രൈമിലുള്ള എല്ലാ വീടുകളിലെ ആദ്യജാതന്മാരെ കൊന്ന് ആണ് സംഹാരദൂതൻ കടന്നുപോയത്. വലിയ ഒരു സംഹാരം അവിടെ ഉണ്ടായി. അപ്പൊ അത് ഒരു രക്തം ചൊരിഞ്ഞിട്ട് ആണ് വലിയ രക്തച്ചൊരിച്ചിൽ കൂടിയാണ് അവർക്ക് ദൈവം അവരെ അവിടുന്ന് വിടുവിച്ചത്. ഞാൻ മുന്നോട്ട് പോകട്ടെ, ചില വാക്യങ്ങൾ കൂടി വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 50:2 മധ്യഭാഗം മാത്രം ഒന്ന് വായിക്കാം. ഞാൻ തന്നെ വായിക്കാതെ. വീണ്ടെടുപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ? അതിൻ്റെ മുകളിൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുകയാണ്, വീണ്ടെടുപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ വാസ്തവമായി കുറുകിയിട്ടുണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ കൈ കുറുതായി പോയിട്ടില്ല എന്ന് ദൈവം യഹോവ അരുളി ചെയ്യുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് ഏത് സാഹചര്യത്തിലും നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും, നിങ്ങളെ വീണ്ടെടുക്കുവാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് ദൈവം ആധികാരികമായിട്ട് അവരോട് പറയുകയാണ്. എൻ്റെ കൈ ഒരിക്കലും കുറുതായി പോയിട്ടില്ല എന്ന്. സങ്കീർത്തനങ്ങൾ 19:14 വായിക്കാം. Psalms 19:14.
സങ്കീർത്തനങ്ങൾ 19:14. അവിടെ വീണ്ടെടുപ്പിനെ പറ്റി അനേക വാക്യങ്ങൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ചിലത് മാത്രം ഞാനൊന്ന് പറഞ്ഞ് പോവാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ സങ്കീർത്തനകാരൻ പറയാണ്, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ. നാം എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. പാറയെന്ന് എന്തിനെ കാണിക്കുന്നു? ഉറപ്പിനെ കാണിക്കുന്നു. അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാറയാണ്. പാറയിലാണ് നാം ആയിരിക്കുന്നത്. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ എന്നാണ് പറയുന്നത്. നാം അതാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മളെ വീണ്ടെടുത്ത കർത്താവിനെ നന്ദി പറയാൻ, അവനെ സ്തുതിക്കുവാൻ, അവന് സ്തോത്രം കരറ്റാനാണ് നാം ഇന്ന് ഈ ആരാധനയ്ക്കായി ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അല്ലേ? തീർച്ചയായും നമ്മുടെ വലിയ പ്രത്യാശയാണ്. അവൻ ഒരിക്കൽ എന്നെ ചേർക്കും, എന്നെ ചേർക്കാൻ അവൻ വരും എന്നുള്ള വലിയ പ്രത്യാശയിലാണ് നാം ആയിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 107:2 വായിക്കാം. Psalms 107:2. മതിയമ്മ. അവിടെ എന്താണ് പറയുന്നത്? വൈരിയുടെ കയ്യിൽ നിന്നും വീണ്ടെടുക്കുന്നു. നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ നയിച്ച യുദ്ധങ്ങൾ നമ്മൾ ഓർത്തു നോക്കിക്കേ. എത്രമാത്രം യുദ്ധങ്ങളാണ്. അയൽ രാജ്യങ്ങൾ അവർ ഓരോ രാജ്യം ചെന്ന് പിടിച്ചടക്കി. അനേകം പേര് അവരെ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് പോയ സന്ദർഭങ്ങളുണ്ടായി. അവർ തോൽക്കേണ്ട സ്ഥിതികൾ വന്നു. കാരണം എന്തുകൊണ്ടാണ്? അവര് ദൈവവുമായിട്ട് അകന്നു. ദൈവത്തിനെതിരാണ്, ദൈവത്തിന് അനിഷ്ടമുള്ളത് ചെയ്തപ്പോൾ, അവര് പാപത്തിൽ അകപ്പെട്ടപ്പോൾ അവര് തോൽക്കുവാൻ ഇടയായി. പക്ഷേ അവസാനം എന്താണ്? കർത്താവ് അവരെ വിടുവിക്കുന്നതായിട്ട്, അവരെ വിവിധ പരീക്ഷണങ്ങൾ കൂടി, അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കുന്നതായിട്ട്, ബാലശിക്ഷ കൊടുക്കുന്നതായിട്ട് നാം കാണുവാൻ കഴിയും. പക്ഷേ ഇതിൽ നിന്നൊക്കെയും അവർ മനസ്താവപ്പെട്ട് അവരുടെ പാപം തിരിച്ചറിഞ്ഞ് അവർ ദൈവസന്നിധിയിൽ അനുദപിച്ചു കഴിയുമ്പോൾ ദൈവം അവർക്ക് വിടുതൽ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അനേക വൈരികളുടെ കയ്യിൽ നിന്നും, അനേക ജാതികളായിട്ടുള്ള ശത്രുക്കളുടെ കയ്യിൽ നിന്നും അവരെ വിടുവിച്ചു. നമ്മെ പറ്റി ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ അയൽ രാജ്യങ്ങളോ ഒന്നുമല്ല. ശത്രുവാകുന്ന സാത്താൻ നമ്മെ എങ്ങനെ വീഴിക്കണം എന്നുള്ള നിലയിൽ നമ്മെ ഇങ്ങനെ ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടി കടന്നു ഓരോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവന്റെ ജോലി അതാണ്. എവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, എവിടെ ഇവനെ ഈ ദൈവവിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റാം, അല്ലെങ്കിൽ ഏത് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാം, ഏത് സഭയിൽ പ്രശ്നം ഉണ്ടാക്കാം, വ്യക്തിബന്ധങ്ങളിൽ എങ്ങനെ വിള്ളൽ വീഴ്ത്താം എന്ന് അനുനിമിഷം ശ്രദ്ധിച്ച് അതിനുവേണ്ടി ഇതായിട്ട് വർക്ക് ചെയ്യുന്ന പിശാച ആണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മെ വിടുവിക്കണമെങ്കിൽ നമ്മുടെ മാനുഷികമായ ശക്തികൾ കൊണ്ട് ഒരിക്കലും കഴിയുകയില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ ദൈവവുമായിട്ടുള്ള നിരന്തര ഒരു വ്യക്തിബന്ധം സൂക്ഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ സാത്താന്റെ കെണികളിൽ നിന്ന് നമുക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. കാരണം നാം ബലഹീനമായ ശരീരത്തിലാണ് വസിക്കുന്നത്. നാം എപ്പോഴും പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാം പാപം ചെയ്യാൻ ടെൻഡൻസിയുള്ള ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ച ഈ മണ്ണിനോട് മണ്ണിൽ ചേരേണ്ട ഈ നമ്മുടെ ശരീരം എപ്പോഴും പാപത്തിന് ഒരു പാപത്തിൽ വീഴാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്നത്, അനുനിമിഷം നമ്മെ നടത്തുന്നത് ഈ കർത്താവാണ്. അപ്പോൾ ഈ പിശാചിന്റെ കയ്യിൽ നിന്നും ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഒക്കെ നമ്മെ വിടുവിക്കുവാൻ അല്ലെങ്കിൽ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. മനുഷ്യമായ നമ്മുടെ ശക്തികൾക്ക് അത് കഴിയത്തില്ല. ആ പരിശുദ്ധാത്മാവിനെ നമ്മിൽ ദൈവം സ്ഥാപിച്ച അല്ലെങ്കിൽ നമ്മിൽ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവാത്മാവാണ് നമ്മെ അതിനെ ശക്തിപ്പെടുത്തുന്നത് ഈ ശത്രുവിനെ നേരിടാൻ. 1-2 വാക്യങ്ങൾ വായിക്കാം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 13:14 ഒന്ന് വായിക്കാം. ബുക്ക് ഓഫ് ഹോശേയ ചാപ്റ്റർ 13 വേഴ്സ് 14.
ഹോശേയ 13:14. ഞാൻ അവരെ പാതാളത്തിന്റെ അടിയിൽ നിന്ന് വീണ്ടെടുക്കും. ആ മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. മതി. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? പാതാളത്തിന്റെ അധീനത. ഞാനിപ്പോ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറയുന്നുണ്ട്. കർത്താവിന്റെ ശക്തിയെ, ദൈവത്തിന്റെ ശക്തിയെ മറികടക്കാൻ പിശാചിന് ഒരു കാരണവശാലും കഴിയത്തില്ല. പക്ഷെങ്കിൽ ആ ശക്തിയിൽ നാം ആശ്രയിക്കണം. അല്ലാതെ ദൈവം എന്നെ രക്ഷിച്ചോളും എന്ന് പറഞ്ഞ് അങ്ങനെ കാര്യമില്ല. ദൈവം എന്നെ രക്ഷിച്ചോളും എന്ന് പറഞ്ഞാൽ റോഡിന്റെ ഹൈവേയുടെ, നാഷണൽ ഹൈവേയുടെ സൈഡിൽ കൂടെ നടന്നു പോയാൽ എന്താ സംഭവിക്കുന്നത്? ദൈവം എന്നെ രക്ഷിച്ചോളും, ഞാനൊന്നും ചെയ്യണ്ട. ജോൺ ഗ്രീൻബർഗ് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ പിന്നെ അതിന് അധികം താമസമില്ലാതെ പെട്ടെന്ന് തന്നെ ദൈവത്തെ കാണാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്താൽ. അപ്പോൾ ആ വാസ്തവത്തിൽ നാം ദൈവസന്നിധിയിൽ നമ്മുടെ ആശ്രയം അർപ്പിച്ചുകൊണ്ട് നമ്മളെ പാതാളത്തിന്റെ ശക്തിയിൽ നമ്മെ വിടുവിക്കണമെങ്കിൽ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ആ സാത്താന്റെ അധീനതയിൽ നിന്ന് അനുനിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ഓരോ ചിന്തകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ നോട്ടങ്ങളിൽ ഒക്കെ എപ്പോഴും നമ്മുടെ ഫോണ് ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇപ്പം പണ്ടൊക്കെ സിനിമ തിയേറ്ററിൽ പോയി വേണം സിനിമ കാണാൻ, ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ അത് നമ്മുടെ കയ്യിലാണ്, ഇന്റർനെറ്റ് ഉണ്ട്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് തെറ്റിപ്പോകാവുന്ന സാഹചര്യങ്ങൾ നമ്മുടെ അടുത്ത് വന്നു നിൽക്കുകയാണ്, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വിടുവിക്കണമെങ്കിൽ ഈ പാതാളത്തിന്റെ, കാരണം ഈ ലോകത്തിന്റെ സിസ്റ്റംസ് മുഴുവൻ സാത്താന്റെ അധീനതയിലാണ്. എന്നുവെച്ചാൽ ഈ സിസ്റ്റം മുഴുവൻ സാത്താന്റെ ലോകത്തിന്റെ ഒരു വ്യവസ്ഥയിൽ കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഭരണം കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഭരിക്കുമ്പോൾ മാത്രമേ പൂർണ്ണമായ ദൈവത്തിന്റെ ആ ശക്തി അവിടെ വ്യാപരിച്ച് ദൈവത്തിന്റെ 100% അത് ആ ഒരു രീതിയിൽ എത്തിപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ സാത്താന്റെ അധീനതയിലുള്ള ഈ വ്യവസ്ഥയിൽ, അതുകൊണ്ടാണ് സാത്താൻ പറഞ്ഞത്, ഈ ലോകവും അതിന്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ നിനക്ക് തരാം, നീ എന്നെ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു, അല്ലേ? അപ്പൊ സാത്താന്റെ ഈ വ്യവസ്ഥിതി അങ്ങനെയാണ് പോകുന്നത്, ഈ ലോകത്തിന്റെ വ്യവസ്ഥിതി. ദൈവത്തിന് ശക്തിയില്ലെന്നല്ല, ദൈവം അതിന് ഇടപെടേണ്ട സമയത്ത് ഇടപെടും. പക്ഷെങ്കിൽ ആ റെഗുലറായിട്ട് പോകുന്ന കാര്യങ്ങളിലെല്ലാം ഈ സാത്താന്റെ ഒരു വ്യവസ്ഥയിൽ കൂടിയാണ്. അല്ലെങ്കിൽ ഓരോ ഓഫീസുകളായാലും ഇവിടുത്തെ ഭരണങ്ങളായാലും എല്ലാം അങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ ദൈവം ഇടപെടേണ്ട സമയത്ത് തീർച്ചയായും ഇടപെടും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാതാളത്തിന്റെ അധീനതയിൽ നമ്മെ വീണ്ടെടുക്കുന്ന കാര്യമാണ് ഹോശേയ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സങ്കീർത്തനങ്ങൾ 130:8 വായിക്കാം. Psalms 130 verse 8. അവിടെ എവിടുന്നാണ് നമ്മെ വീണ്ടെടുക്കുന്ന കാര്യം? ഇതെല്ലാം വീണ്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്ന് വീണ്ടെടുക്കും. നമുക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ദൈവജനത്തെ അകൃത്യങ്ങളിൽ നിന്ന് അവൻ വീണ്ടെടുക്കും. പക്ഷെ ആ അകൃത്യം നാം ദൈവസന്നിധിയിൽ ചെന്ന്, ദൈവമേ ഞാൻ തെറ്റിപ്പോയി, ഇന്ന കാര്യം ഞാൻ ചെയ്തു, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്തിരിക്കുന്നു, എൻ്റെ ചിന്തയിൽ ഇന്ന ഒരു കാര്യം വന്നു, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അതിൽ വഴുതി വീണുപോയി എന്ന് ദൈവസന്നിധിയിൽ പറയുമ്പോൾ, ഒരു വാക്യം കൂടെ വായിക്കാം, അതുമായിട്ട് ചേർന്നുള്ള വാക്യങ്ങളാണ്. തീത്തോസ് 2:14. തീത്തോസ് 2:14. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരും സ്വന്തം ജനമായി ധരിച്ച് ശുദ്ധീകരിക്കാൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ നമ്മെ ഈ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ള ഒരു ജനമാക്കി തീർത്തു. അപ്പൊ ഒന്നുകൂടെ നമ്മൾ ഞാൻ വീണ്ടും പറയട്ടെ, അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് നമ്മെ സൽപ്രവർത്തിക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നാം അത് പലപ്പോഴും മറന്നു പോകാറുണ്ട്.
സൽപ്രവൃത്തി ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ഇപ്പോൾ എനിക്കിപ്പോൾ സൽപ്രവൃത്തി ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ദൈവവും ഞാനുമായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടല്ലോ. ദൈവത്തെ എപ്പോഴും ഞാൻ വിളിക്കും, പ്രാർത്ഥിക്കും, എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യും. അതിനിപ്പോൾ പ്രവൃത്തികളാലല്ലോ രക്ഷ എന്ന് വിളിച്ച് യാതൊരു പ്രവൃത്തിയും ചെയ്യാതെ വിശ്വാസികളായിട്ട് വീണ്ടെടുക്കപ്പെട്ട ജനമായിട്ട് നാം പലപ്പോഴും അവകാശപ്പെടാറുണ്ട്. അപ്പോൾ സൽപ്രവർത്തിക്കായിട്ടാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു യഥാർത്ഥ വീണ്ടെടുത്ത ദൈവ പൈതൽ അതിൻ്റെ പ്രവൃത്തി തീർച്ചയായിട്ടും കാണിക്കും. അതിൻ്റെ അനുസ്ഫുരണങ്ങൾ അല്ലെങ്കിൽ അത് വെളിയിലോട്ട് വരുന്നത് നമ്മുടെ ആ ക്രിസ്തീയ ദൈവികമായ സ്വഭാവം, യേശു ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ നിന്ന് കാണുമ്പോഴാണ് മറ്റുള്ള ഒരാൾ മനസ്സിലാക്കുന്നത് ഇവൻ യഥാർത്ഥ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണോ അല്ലയോ എന്നുള്ളത്. എങ്ങനെ അറിയുന്നത്? നമുക്കറിയാൻ പറ്റത്തില്ല. എന്നെ വീണ്ടെടുത്തോ അല്ലെങ്കിൽ എൻ്റെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടോ എന്ന് എങ്ങനെ അറിയും? ഒരു മാർഗവുമില്ല. എനിക്ക് ആക്ട് ചെയ്യാം. വലിയ വിശ്വാസിയായിട്ട്, വലിയ സത്യസന്ധനായിട്ട്, വലിയ നല്ല സ്വഭാവമുള്ളവനായിട്ട്, വലിയ ദാനധർമ്മം ചെയ്യുന്ന ഒരാളായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ആക്ട് ചെയ്ത് അങ്ങനെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാം. പക്ഷെ ദൈവം യഥാർത്ഥത്തിൽ ദൈവഭക്തനായ ഒരു മനുഷ്യൻ ആണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് 100% ദൈവത്തിന് മാത്രമേ നമുക്കത് സർട്ടിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. യാതൊരു സംശയമില്ല. നമ്മെ സകല അധർമ്മങ്ങളിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നത് സൽപ്രവർത്തികൾ, നല്ല പ്രവൃത്തികൾ, ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ, അനേക കാര്യങ്ങൾ, ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട്. ജഡത്തിന്റെ പ്രവൃത്തികളിൽ നാം വീണു പോയാൽ പോലും അതിൽ ഓരോ ദിവസവും അനുദപിച്ച് ഏറ്റുപറഞ്ഞ് വീണ്ടും നാം വിശുദ്ധ ജീവിതത്തിൽ നാം മുന്നേറാൻ നാം ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു എന്നാണ് തീത്തോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനം 1:7 ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 1-7 Ephesians chapter 1 verse 7. എങ്ങനെയാണ്? രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് മോചനം കിട്ടിയത്. അല്ലാതെ നമ്മുടെ എന്തെങ്കിലും പുണ്യപ്രവൃത്തികളോ. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ദൈവം എന്താ ഇങ്ങനെ പറഞ്ഞത്, വേറെ എന്തെങ്കിലും ഇങ്ങനെ ഒരു സംവിധാനം അല്ലാതെ വേറൊരു രക്ഷയ്ക്കായിട്ട് വേറൊരു മാർഗം, അല്ലെങ്കിൽ ചിലർ പറയുമല്ലോ ഇന്ന അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ ഇന്ന കാര്യം ഇന്ന മലയിൽ പോയി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര 1000 രൂപ കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞതിനെ കുറച്ചുകൂടി ഒരുപാട് പേര് ഇതിനോട്ട് ആകൃഷ്ടരായി തീർന്നേനെ. ഇതിപ്പോ വളരെ ഒരു മാനസാന്തരത്തിന്റെ ക്രിസ്തു ഭക്തനായ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണമെന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമായ കർശനമായ നിർദ്ദേശങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അത് ഓർക്കുമ്പോൾ പലരും പറയുമോ എനിക്കൊന്നും വേണ്ട, ഈ വയ്യാവേലിക്കൊന്നും ഞാനൊന്നും പോകുന്നില്ല, എനിക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് സന്തോഷിക്കാൻ, ഈ ലോകത്തിൽ എന്തൊക്കെ സന്തോഷത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിലൊക്കെ ഞാൻ സന്തോഷിച്ച് വളരെ ഹാപ്പിയായിട്ട് ഞാൻ ജീവിക്കുകയാണ് എന്ന് ഇതൊന്നും ദൈവത്തിനെ ഒന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന എത്രയോ ആൾക്കാരെ നമുക്കറിയാം. അപ്പോൾ അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്. അങ്ങനെയാണ് നമ്മുടെ അതിക്രമങ്ങൾ മോചിക്കപ്പെട്ടത്. നമ്മുടെ പാപങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയേ. നമ്മൾ ഓർമ്മയായപ്പോൾ മുതലുള്ള പാപങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ അത് എവിടെ ചെന്ന് നിൽക്കും? എത്ര പേജിന്റെ ബുക്ക് ഉണ്ടേ പറ്റും? 200, 500, 1000 പേജിന്റെ ബുക്ക് ഉണ്ടേ തീരുമോ? അപ്പൊ അത് ഒരിക്കലും അത് തീരത്തില്ല. നമ്മുടെ ലിസ്റ്റ് എഴുതിയാൽ ആ ലിസ്റ്റ് ഒരു അന്തവും ഇല്ലായിരിക്കും. ഒരു ബുക്കിൽ എഴുതി തീർക്കാത്തക്കോലുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും പാപങ്ങളുമാണ് നാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വലിയ വീണ്ടെടുപ്പ് അവൻ സാധിച്ചു തന്നിരിക്കുകയാണ്. അതിന്റെ മറ്റൊരു പ്രത്യേകത ഞാൻ പറയാം. റോമാലേഖനം 3:24 ഒന്ന് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 3 verse 24. റോമർ 3:24. ഇതേറ്റവും വലിയൊരു, നമുക്കിത് കർത്താവ് ഇതിനു വേണ്ടി വലിയൊരു വില കൊടുത്തു, അല്ലേ? വളരെ വലിയ വിലയാണ് കൊടുത്തത്. പക്ഷെ നമുക്കിത് സൗജന്യമായിട്ടാണ് കിട്ടിയത്.
മറ്റേ ആ കുട്ടിയുടെ കഥയിൽ പറഞ്ഞ പോലെ ആ കുട്ടി വീണ്ടും വലിയൊരു വില കൊടുത്താണ് അത് വാങ്ങിച്ചത്. അപ്പൊ ആ കുട്ടിക്ക് 2 പ്രാവശ്യം അത് സ്വന്തമായി. 2 പ്രാവശ്യം. ആദ്യം ഒന്ന് ഉണ്ടാക്കിയപ്പോൾ സ്വന്തമായി, അത് കഴിഞ്ഞ് നഷ്ടപ്പെട്ടു പോയിട്ട് വീണ്ടും വില കൊടുത്ത് വാങ്ങിച്ചപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി സ്വന്തമായി. അപ്പൊ 2 പ്രാവശ്യം അതിനുവേണ്ടി ഒരു വില കൊടുക്കേണ്ടി വന്നു. കർത്താവിൻ്റെ ദൈവത്തിൻ്റെ അതേ നമുക്ക് ആ രീതി ചിന്തിക്കുമ്പോൾ അതുപോലെ തന്നെയാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ പാപമില്ലാത്തവ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ തൻ്റെ സ്വന്തം സാദൃശ്യത്തിനും സ്വരൂപത്തിനും കൈകൊണ്ട് മണ്ണുകൊണ്ട് ഉണ്ടാക്കി, മൂക്കിൽ ജീവശ്വാസം ഊതി, അതിന് ദൈവം ഒരു എഫേർട്ട് എടുത്തു. പക്ഷേ ഫ്രീ വില്ല് ഉള്ളത് കൊണ്ട് അവൻ നഷ്ടപ്പെട്ടു പോയി. ചിലെങ്കിലും പറയും ദൈവത്തിന് എന്നാ പിന്നെ അവൻ പാപം ചെയ്യാത്ത രീതിയിൽ അവൻ സൃഷ്ടിച്ചാൽ പോരായിരുന്നു. അങ്ങനെ ദൈവം അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അവന് സ്വന്തമായിട്ട് പാപം ചെയ്യേണ്ടവർക്ക് പാപം ചെയ്യാം, ദൈവം ഇല്ലെന്ന് പറയുന്നവർക്ക് ഇല്ലെന്ന് പറയാം. സ്വന്തം ബുദ്ധിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി അവർ കൊടുത്തിരിക്കുകയാണ്, നമുക്കെല്ലാം കൊടുത്തിരിക്കുകയാണ്. നമ്മളെ ആരും നിർബന്ധിച്ച് ഈ ഇതിലേക്ക് കൊണ്ടുവന്നതല്ല. അപ്പോൾ ഇതിന് ദൈവം ഇത് സൗജന്യമായിട്ട് തന്നിരിക്കുകയാണ്. ഈ വലിയ രക്ഷ, ഈ വീണ്ടെടുപ്പ് നമുക്ക് സൗജന്യമായിട്ട് തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ സൗജന്യമായിട്ട് കിട്ടുന്ന പൊതുവെ ഒരു കുഴപ്പമുണ്ട്. എന്താ വെച്ചാൽ അതിൻ്റെ ഒരു വില നമുക്ക് കൊടുക്കത്തില്ല. സൗജന്യമായിട്ട് കിട്ടി, അത് അല്ലേ, ഇപ്പൊ ആരുടെ ഒരു സാധനം ഇങ്ങനെ കൊടുക്കുക സൗജന്യമായിട്ട്, എന്നാ പിടിച്ചോ ഒരു സാധനം, നമ്മളെന്തോ പറയും, അത് അയാൾക്ക് ആവശ്യമില്ലാതെ എനിക്ക് എടുത്ത് തന്ന, അയാൾക്ക് ആവശ്യമില്ലാതെ, അല്ലെ അയാളുടെ അധികത്തിൽ 2-3 ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്ന. പക്ഷെ വാസ്തവത്തിൽ നമുക്ക് അത് ആവശ്യമുള്ളത് തന്നെ ആയിരുന്നു, വേണേ നമുക്ക് ഉപയോഗിക്കാത്ത സാധനം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പലപ്പോഴും അതിനൊരു വില പലപ്പോഴും കാണാറില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പലരും പറയുന്നത് ചെറിയൊരു പൈസ ഈടാക്കിയിട്ടൊക്കെ കൊടുക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൗജന്യമായിട്ട് കിട്ടിയത് കൊണ്ട് നമുക്ക് അതിന് വേണ്ടത്ര അതിന് മഹത്വം. പക്ഷെ നാം എല്ലാ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നാം ആ ദൈവം നമുക്ക് തന്ന വലിയ ആ സൗജന്യമായ രക്ഷയെപ്പറ്റി നാം പറയാറുണ്ട്, നന്ദി പറയാറുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. അതിനുവേണ്ടിയാണ് നാം എല്ലാ ആഴ്ചയുടെ 1-ാം ദിവസം നാം കൂടി വരുന്നത്. നമുക്കറിയാം, യഥാർത്ഥ വിശ്വാസികൾക്ക് ഓരോരുത്തർക്കും ആ ചിന്ത എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കണം. കർത്താവേ, ഇത് സൗജന്യമായിട്ട് എനിക്ക് കിട്ടി, പക്ഷെ അങ്ങ് അതിനുവേണ്ടി കൊടുത്ത വില എന്ന് പറയുന്നത് എത്രയോ മണിക്കൂറുകൾ നീണ്ട വേദനയും പീഡയും നിന്ദയും ദുഷിയും പരിഹാസവും. ഈ സാക്ഷാൽ ദൈവമായിരുന്നവൻ മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ വന്ന് താൻ കടന്നുപോയ വഴികളൊക്കെ ഓർത്തു നോക്കിയേ, എന്തുമാത്രം കഷ്ടപ്പെട്ട ആണ്. തനിക്ക് വിശന്നു, തനിക്ക് ദാഹിച്ചു, ഇതുമാത്രം വേദനകൾ സഹിച്ചു. ഇതെല്ലാം കർത്താവ് നമുക്ക് സൗജന്യമായിട്ട് നമുക്ക് ഈ വീണ്ടെടുപ്പ് നൽകി തന്നിരിക്കുകയാണ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. 1 പത്രോസ് 1:18 വായിക്കാം. 1 Peter chapter 1 verse 18. 1 പത്രോസ് 1:18 വാക്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. അതെ, അത് ഞാനിപ്പോ പറഞ്ഞത്. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കണ്ടല്ല. ഇപ്പൊ നമുക്ക് പറയുമായിരുന്നു, ഞാൻ രക്ഷ തരാം, എനിക്ക് 10 പവൻ സ്വർണം എനിക്ക് കാണിക്കയിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ധനവാന്മാരെല്ലാം അത് സ്വീകരിച്ചേനെ. 10 പവനല്ല ഉള്ളു, അവർക്ക് 10 പവൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കും, അത്യാവശ്യം പൈസ ഉള്ളവർക്കൊക്കെ. അപ്പോൾ പക്ഷേ ഇത് പൊന്ന്, വെള്ളി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാലും അല്ല. ഇത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ല. അതിന്റെ വാല്യൂ നമുക്ക് കണക്കാക്കാൻ പറ്റും. നമ്മുടെ ബുദ്ധിക്ക് ഒരു പക്ഷേ അത് പലർക്കും ഇത് മനസ്സിലാകാത്ത അതുകൊണ്ടാണ്. അനേക വിദ്യാസമ്പന്നരായ ആൾക്കാർക്കും യുക്തിവാദികൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഇതൊന്നും തലയിൽ കയറത്തില്ല. ഇത്രയും വലിയൊരു കാര്യം, രക്ഷ, ഇത്രയും വലിയ സ്വർഗരാജ്യം, അല്ലെങ്കിൽ വലിയ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഈ സൗഭാഗ്യത്തിലേക്ക് ഇത് സൗജന്യമായിട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ പലർക്കും ഇത് പലരുടെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്നതല്ല. അതുകൊണ്ടാണ് അനേകം പേര് ഇത് മാറി നിൽക്കുന്നത്. കാരണം ദൈവത്തെ അവർ ബുദ്ധി കൊണ്ട് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ?
എൻ്റെ ബുദ്ധി നമ്മുടെ ഈ ചെറിയ ബ്രെയിനിനകത്ത് ഒതുങ്ങുന്ന ഒരു സംഭവമല്ല ഈ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ബുദ്ധിയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും. നമുക്കതിന് വിശദീകരിക്കാൻ പറ്റത്തില്ല. മാനുഷികമായിട്ടുള്ള നമ്മുടെ നിയമങ്ങൾക്കോ ശാസ്ത്രത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനോ ഒന്നും അത് വ്യക്തമായിട്ട് ഇന്നതുകൊണ്ടാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അത് വിശ്വാസത്താൽ നമ്മളെ ഉള്ളിൽ നാം അനുഭവിക്കുന്ന സന്തോഷം മറ്റുള്ളവരെ പലപ്പോഴും പറഞ്ഞാൽ പോലും മനസ്സിലാകത്തില്ല. പലർക്കും ഒന്നുമില്ലാത്ത നിർധനരായിട്ടുള്ള അനേക വിശ്വാസികൾ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ മാരകമായ രോഗത്തിൽ ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെയുള്ളവർ കർത്താവിൽ സന്തോഷിക്കുന്ന കാണുമ്പോൾ ഇത് ആൾക്ക് എങ്ങനെ മനസ്സിലാവും? എത്രയോ പേരങ്ങനെ നമുക്കറിയാം. ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധികളുടെ അങ്ങേയറ്റത്തെ കൂടി കടന്നു പോകുമ്പോഴും ദൈവത്തെ മാത്രം വിശ്വസിച്ച് ആശ്രയിച്ച് ദൈവത്തിൽ സർവ്വ ആ പ്രത്യാശയെ അർപ്പിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന അനേകം പേരെ നമുക്കറിയാം. അപ്പോൾ തീർച്ചയായും ഇത് കർത്താവിൻ്റെ രക്തത്താൽ ആണ് ഈ വലിയ വീണ്ടെടുപ്പ് സാധിച്ചത്. എബ്രായ ലേഖനം 9:12 ഒന്ന് വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് 12. വീണ്ടെടുപ്പിനെ പറ്റി പറയുന്ന മറ്റൊരു വാക്യമാണ് അത്. അതിൽ എന്നേക്കുമുള്ള എന്നൊരു വാക്കാണ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ്. അതൊരു അതിശയകരമായൊരു കാര്യമാണ്, അല്ലേ? നമുക്കതെങ്ങനെ മനസ്സിലാക്കും നമ്മുടെ ബുദ്ധിയിൽ? എന്നേക്കുമുള്ള സർവ ജനത്തിനും വേണ്ടിയുള്ള ഒരു വീണ്ടെടുപ്പ് ആണ് കർത്താവ്. പൂർണ്ണമായ വീണ്ടെടുപ്പാണ്. കർത്താവിനെ ഹൃദയംഗമായി അംഗീകരിച്ച് നമ്മുടെ ജീവിതത്തിലെ ഉപരിയായ സ്ഥാനം കർത്താവിന് കൊടുത്ത് കർത്താവിൻ്റെ പാതയിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് അത് എന്നേക്കുമുള്ള, ഒരിക്കലും മാറിപ്പോകാത്ത ഒരു ഉറപ്പാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഒരു വാക്യോടെ വായിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ അധികം താമസിയാതെ ചുരുക്കാം. എഫേസ്യ ലേഖനം 4:30 വായിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 30. എഫേസ്യ ലേഖനം 4:30. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അവിടെ നിന്നാണ് പറയുന്നത്, വീണ്ടെടുപ്പിൻ നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു മുദ്ര നമുക്കുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോൾ മരിച്ചാലും നാം മണ്ണോട് ചേർന്നു. ഒരു 10 വർഷം കഴിഞ്ഞാണ് കർത്താവ് വരുന്നതെങ്കിൽ നമ്മൾ ഉയർത്തെഴുന്നേക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ മുദ്ര ഉണ്ടോ എന്ന് നോക്കിയാണ്. ആ മുദ്രയുള്ളവരെയാണ് കർത്താവ് ഉയർപ്പിക്കുന്നത്, കർത്താവ് വിളിക്കുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഇടപെട്ടവരാണ് നാം എല്ലാവരും. ആ മുദ്ര ഇടപെട്ട് കഴിഞ്ഞാൽ, ഒരിക്കലും ആ മുദ്ര വീണ് കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും ഒരാൾക്കും അത് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്കറിയത്തില്ല കേട്ടോ, അതോർത്തോണം. നമ്മൾ പറയും എനിക്ക് ഇന്ന ആൾക്ക് മുദ്ര ഇട്ടുണ്ടോ, നമുക്കതിനെ അറിയാൻ പറ്റത്തില്ല. പുറമേ നോക്കുമ്പോൾ വിശ്വാസിയൊക്കെയാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്, ഭക്തനാണ്, എല്ലാ ആഴ്ചയും ചർച്ചിൽ വരുന്നുണ്ട്, പാട്ടൊക്കെ പാടുന്നുണ്ട്, സാക്ഷ്യമൊക്കെ പറയുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ യഥാർത്ഥത്തിൽ ഒരാളിന് പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഇടപെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവന്റെ പേര് ജീവവസ്തുതയിലുണ്ടോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് മറ്റുള്ളവരെയൊക്കെ പറ്റിക്കാം, ഭക്തരായിട്ട് ഒക്കെ നമുക്ക് കാണിക്കാം. പക്ഷെ നമ്മെ മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. ആ മുദ്ര ഉള്ളവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. അവിടെയാണ് നമുക്ക് മഹത്തായ ഒരു കാര്യം. ഈ രോഗം വന്ന് ഞാൻ മരിച്ചു, എൻ്റെ ശരീരം പല രോഗത്തിനടിമയാണ്, അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. പക്ഷേ എന്നിൽ ആ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഉണ്ട്. ഞാൻ വീണ്ടെടുപ്പിൻ നാളിനായി ഒരിക്കൽ എൻ്റെ ശരീരവും എൻ്റെ ആത്മാവിൻ്റെയും വീണ്ടെടുപ്പ് കർത്താവ് നമുക്ക് ഗ്യാരണ്ടി തന്നിരിക്കുകയാണ്. അത് യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. അതൊരു ഗ്യാരണ്ടിയാണ്. ആ മുദ്ര നമ്മൾ പതിഞ്ഞിട്ടുണ്ട്.
അതിലാണ് നാം സന്തോഷിക്കുന്നത്. നമ്മെ കർത്താവിൻ്റെ കൈ ഒരിക്കലും കുറുതായി പോയിട്ടില്ല. കർത്താവിൻ്റെ ദയയാലാണ് നാം നടക്കുന്നത്. നമുക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് പോഴുവാനുള്ളത്? എന്താണ് പ്രശംസിപ്പാനുള്ളത്? ഈ അകത്തോട്ട് എടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിട്ടില്ലെങ്കിൽ തീർന്നു. ഒരു മിനിറ്റ് പോലും വേണ്ട ജീവൻ പോകാൻ. അപ്പോൾ ആ വലിയ നമ്മെ അവൻ ഒരു വീണ്ടെടുത്ത ജനമാക്കി, നമ്മെ തെരഞ്ഞെടുത്തു, നമ്മെ മക്കളാക്കി, വലിയ അവകാശങ്ങൾ തന്നു, വലിയ പ്രത്യാശ തന്നു. ആ ദൈവത്തിന്റെ കൈ ഒരിക്കലും കുറുതായിട്ടില്ല. അതിന് ശക്തിയുണ്ട്. അവന്റെ അമിത ബലത്തിൽ ആശ്രയിച്ച് വേണം നാം മുന്നോട്ട് പോകാൻ. നമ്മുടെ പാറയും നമ്മുടെ വീണ്ടെടുപ്പുകാരനും യഹോവയാണ്. സങ്കീർത്തനക്കാരൻ അതാണ് പറയുന്നത്, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമാണ്. നമ്മെ വീണ്ടെടുത്ത കർത്താവിനെ നാം എപ്പോഴും ആ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നാം സ്തുതിക്കേണ്ടത് ആവശ്യമുണ്ട്. നമ്മെ വൈരികളുടെ കയ്യിൽ നിന്ന് വിടുവിച്ച കർത്താവാണ്. പിശാചിന്റെ കയ്യിൽ നമ്മെ വിടുവിച്ച ദൈവമാണ്, അല്ലെ വിടുവിക്കുന്ന ദൈവമാണ്. ഇസ്രായേൽ മക്കളോട് എന്ന് പറയുമ്പോൾ അനേക ശത്രുക്കൾ, അവരെക്കാൾ വളരെ പ്രബലരായിരുന്ന അനേക സൈനിക ശക്തിയുള്ള രാജ്യങ്ങളെ എല്ലാം തോൽപ്പിച്ചാണ് അവര് വിജയക്കൊടി പാറിച്ചത്. എങ്ങനെയാണ് സാധിച്ചത്? അശ്വബലത്തിലൊന്നും അല്ല. അവരുടെ പട്ടാളക്കാരൊക്കെ അവർ കുറഞ്ഞ സംഖ്യയാണ്. ഇപ്പോഴും നമുക്കറിയാം, ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ പട്ടാളം, അല്ലെങ്കിൽ മിലിറ്ററി ഇതേ ഉള്ളൂ ആൾബലം നോക്കുമ്പോൾ. പക്ഷെങ്കിൽ ദൈവം അവരെ നടത്തുന്ന വഴികൾ നമുക്ക് അത് ഒരു പക്ഷെങ്കിൽ മനസ്സിലാക്കുന്നതിനും അപ്പുറമാണ്. നമ്മളെ പാതാളത്തിന്റെ അധീനതയിൽ നിന്ന് അവൻ വീണ്ടെടുക്കുന്നു. നമ്മളെ അകൃത്യങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നു. നമ്മളെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു എന്നാണ് തീത്തോസിന്റെ ലേഖനത്തിൽ പറയുന്നത്. നമ്മുടെ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നമുക്ക് തന്നിരിക്കുകയാണ്. അതിക്രമങ്ങളുടെ മോചനം അത് തികച്ചും സൗജന്യമായി തന്നിരിക്കുകയാണ്. യാതൊരു നമുക്ക് അതിനുവേണ്ടി ഒരു മുടക്കില്ല. യാതൊരു അതിനുവേണ്ടി 1001 പടി കയറണ്ട, മറ്റേ വലിയ ഭാരമുള്ള കുരിശുമായിട്ട് മേളിൽ കയറണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മെ കർത്താവിൻ്റെ രക്തത്താൽ സൗജന്യമായി നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. നാം എപ്പോഴും അത് ആവർത്തിച്ച് നാം ഓർക്കുന്ന കാര്യം. എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പാണ് കർത്താവ് സാധിച്ചിരിക്കുന്നത്. എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പ്. ഇനിയും കഴിഞ്ഞു പോയവർക്കും ഇനി വരുവാനുള്ളവർക്കും ഉള്ള സകലമാന മനുഷ്യർക്കും വേണ്ടി ഏക യാഗം ആയിട്ട് നമ്മെ ആ വലിയ വീണ്ടെടുപ്പ് നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മെ വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീണ്ടെടുപ്പിൽ പക്ഷേ നാമും പങ്കാളികളാകണമെങ്കിൽ, കർത്താവ് നമ്മെ വീണ്ടെടുക്കണമെങ്കിലുള്ള അതിൻ്റെ ഞാൻ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. കർത്താവ് എന്തിനാണ് നമ്മെ എന്തുദ്ദേശത്തോടു കൂടിയാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്? കർത്താവിനെ ആരാധിക്കാൻ യോധുലെ ജനമാക്കി തീർത്തു. അവന്റെ ജനമാക്കി, അവന്റെ സ്വന്തം ജനമാക്കി നമ്മെ തീർത്തിരിക്കുകയാണ്. അപ്പൊ ആ വീണ്ടെടുപ്പിന്റെ ശക്തിയിൽ വേണം നാം ജീവിക്കാൻ. ആ വീണ്ടെടുപ്പിന്റെ ശക്തി നമ്മളിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മുടെ മാനസാന്തരത്തിന്റെ ആ അനുഭവം അല്ലെങ്കിൽ ഫലം കായ്ക്കുന്നവരായിരിക്കണം. നമ്മെ കാണുന്നവർ യേശുക്രിസ്തുവിനെ കാണണം. അല്ലെ, നമ്മുടെ സ്വഭാവത്തിൽ കൂടി യേശുക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെട്ടു വരാൻ നമുക്ക് കഴിയണം. തീർച്ചയായും അങ്ങനെ ആ ഒരു നല്ല ഒരു ജീവിതത്തിൽ കർത്താവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച്, കർത്താവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുന്ന, വിശുദ്ധിയിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് തീരേണ്ടത് ആവശ്യമുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വീണ്ടെടുപ്പ് കർത്താവ് നമുക്ക് നടത്തി തന്നിരിക്കുകയാണ്. നമ്മുടെ ഈ ശരീരമൊക്കെ മാറും. തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം നമുക്ക് ലഭിക്കും. നമ്മൾ മരിച്ചു മണ്ണടഞ്ഞാൽ നമ്മെ അവിടുന്ന് ആ മുദ്രയുടെ കൂട്ടപ്പെട്ടെല്ലാം വിളിക്കുന്ന കൂട്ടത്തിൽ നാമും പറന്നു പോകും. അല്ലെങ്കിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. ഇൻ കേസ് നാം മരിച്ചില്ല എങ്കിൽ, നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് കർത്താവ് വരുന്നതെങ്കിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. യാതൊരു സംശയവുമില്ല. കർത്താവിൻ്റെ ശരീരത്തോട് അനുരൂപമായ ഒരു ശരീരം നമുക്ക് കിട്ടും. രോഗങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, വേദനയില്ലാത്ത, യാതൊരു പ്രയാസങ്ങളും ഇല്ലാത്ത, അല്ലലില്ലാത്ത, ടെൻഷൻ ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. യാതൊരു സംശയവുമില്ല. ആ വീണ്ടെടുപ്പിനായിട്ട് നമ്മെ വിളിച്ചിരിക്കുകയാണ്. ആ വീണ്ടെടുപ്പിന്റെ ശക്തി നാം അനുദിനം ജീവിക്കേണ്ടതുണ്ട്. നാം കർത്താവിൻ്റെ നമുക്ക് നൽകപ്പെട്ട സൗജന്യമായതുകൊണ്ട് അതിന് വില കുറച്ച് കാണരുത്.
തീർച്ചയായും നമുക്ക് അതിൻ്റെ ബഹുമാന്യത, അതിൻ്റെ ആ വാല്യൂ മനസ്സിലാക്കി വേണം നാം അനുദിനം മുന്നോട്ട് ജീവിപ്പാൻ. തീർച്ചയായും അതിന് വരും ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ദൈവം വരും ദിവസങ്ങളിൽ അതിനായിട്ട് നമ്മുടെ ചിന്തകളൊക്കെ അതിനൊന്ന് പരുവപ്പെടണം. പലപ്പോഴും നാം ഇതിനെപ്പറ്റി വലിയ ചിന്തകളൊന്നും കൂടാതെയാണ് ജീവിക്കുന്നത്. ആ വലിയ ചിന്ത ദൈവം ഈ വചനത്തിൽ കൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നമുക്ക് ഏവർക്കും, എനിക്കും അനുദിനം കർത്താവിൻ്റെ ആ വീണ്ടെടുപ്പിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട്, ആ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അവരെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.